പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തിരച്ചിൽ ശക്തം. സാങ്കേതികവിദ്യയും പ്രദേശവാസികളുടെ പിന്തുണയും ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ സൈന്യം പലതവണ ഭീകരർക്കടുത്തെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഒരു വർഷം മുൻപ് നുഴഞ്ഞുകയറിയെത്തിയ ഭീകരർ കശ്മീരിൽ നടന്ന പല ആക്രമണങ്ങളിലും പങ്കെടുത്തിട്ടുള്ളതായാണ് വിവരം. ജമ്മു കശ്മീരിലെ സാംബ കത്വ മേഖല വഴിയാണ് പാക് ഭീകരർ നുഴഞ്ഞുകയറിയതെന്നാണ് വിവരം. അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഒരു വർഷം മുമ്പായിരുന്നു ഒരു സംഘം പാക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം. ഇതിൽ 2 പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തത്. തൽഹ എന്നറിയപ്പെടുന്ന അലിഭായ്, സുലൈമാൻ എന്നറിയപ്പെടുന്ന ഹാഷിം മൂസ എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന് സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടു. ഇവരുടെ രേഖാചിത്രങ്ങളും നേരത്തെ പുറത്തുവിട്ടതാണ്. കണ്ടെത്തി നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ ജമ്മു കശ്മീർ പോലീസ് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കശ്മീരിൽ നടന്ന മറ്റു പല ഭീകരാക്രമണങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. സൈന്യവും ജമ്മു കശ്മീർ പോലീസും CRPFും സംയുക്തമായാണ് തിരച്ചിൽ. ഇവർ അനന്ത്നാഗിലുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. പരിചയമില്ലാത്തവർ വീട്ടിൽ കയറി വന്ന് ഭക്ഷണം ആവശ്യപ്പെട്ടതായി പ്രദേശവാസികൾ സൈന്യത്തെ അറിയിച്ചിരുന്നു. സാങ്കേതിക വിദ്യയ്ക്ക് പുറമെ ഗോത്രവിഭാഗക്കാരുടെ പിന്തുണയും ഉപയോഗപ്പെടുത്തി നടത്തുന്ന തിരച്ചിലിൽ പലതവണ ഭീകരർക്കടുത്തെത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞെന്നാണ് റിപ്പോർട്ട്. ഹാഷിം മൂസ എന്ന ഭീകരന് കമാൻഡോ ഓപ്പറേഷനുകൾ നടത്താനും വനത്തിൽ ഒളിവിൽ കഴിയാനുമുള്ള വിദഗ്ധ പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം. ഇവർക്ക് പ്രാദേശിക സഹായം നൽകിയ ലഷ്കർ ഭീകരൻ അനന്ത്നാഗ് സ്വദേശിയായ ആദിൽ തോക്കർ 2018 സ്റ്റുഡന്റ് വിസയിൽ പാകിസ്ഥാനിലേക്ക് പോയ ആളാണ്. ലഷ്കറിന്റെ ഭീകര ക്യാമ്പിൽ പരിശീലനം നേടിയ തോക്കർ പാക് ഭീകരർക്കൊപ്പം 1.5 വർഷം മുമ്പാണ് കശ്മീരിലെത്തിയത്. പാകിസ്ഥാനിലേക്ക് പോകും മുമ്പ് ഒരു സ്വകാര്യ സ്കൂളിൽ അധ്യാപകനായിരുന്നു തോക്കർ. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.